നവീകരിച്ച തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ പാറമേക്കാവ് മുതൽ കല്ലുംപുറം വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ പൂർത്തീകരണവും കുന്നംകുളം നഗരസഭയെയും കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ചെറുവള്ളിക്കടവ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും കലശമല ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനുള്ള ഭൂമി ഏറ്റെടുത്തതിന്റെ രേഖകൾ കൈമാറലും നടന്നു. രാവിലെ കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ സജ്ജമാക്കിയ വേദിയിൽ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. MLA-മാരായ മുരളി പെരുന്നെല്ലി, സേവ്യർ ചിറ്റലപ്പള്ളി തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS കലശമല ടൂറിസം ഡെസ്റ്റിനേഷൻ വികസനത്തിനായി 13 കോടി രൂപ ചെലവിൽ ഏറ്റെടുത്ത 12 ഏക്കർ സ്ഥലത്തിന്റെ രേഖകൾ ഏറ്റുവാങ്ങും. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ പുനർനിർമ്മിക്കേണ്ടത് അനിവാര്യമായി ആ പ്രളയത്തിൻ്റെ അനുഭവത്തിൻ്റെ കൂടി ഭാഗമായി സർക്കാർ കാണുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ പാറമേക്കാവ് മുതൽ കല്ലുംപുറം വരെ 33.24 കിലോമീറ്റർ റോഡ് പുനർനിർമ്മിക്കുന്നതിന് 316 കോടി 82 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു. ഈ 33 കിലോമീറ്ററിന് 316 കോടി, 316-ലധികം കോടി, ഏകദേശം 317 കോടി രൂപ അനുവദിക്കുക എന്ന് പറയുമ്പോൾ ഈ റോഡിനെ എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് സർക്കാർ കണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ തുടക്കം മുതലേ പ്രത്യേകമായും പല ഘട്ടങ്ങളിലും പ്രവൃത്തി പരിശോധിച്ചു. നേരിട്ടും അല്ലാതെ ഓഫീസ് വഴിയും യോഗങ്ങൾ ചേർന്നു. നേരിട്ട് ഈ സ്ഥലത്ത് ജനപ്രതിനിധികൾക്കൊപ്പം സന്ദർശിച്ച് വിലയിരുത്തുന്ന സ്ഥിതിയുണ്ടായി. എന്നാൽ ആദ്യഘട്ടത്തിൽ പ്രവൃത്തി വിചാരിച്ചത്ര പുരോഗതി ഉണ്ടായില്ല. പ്രവൃത്തി വേഗത്തിലാക്കാൻ മുൻ മന്ത്രി കൂടിയായ മൊയ്തീൻ കയ്യും ഇവിടുത്തെ MLA-മാരും നമ്മളെല്ലാവരും കൂട്ടായി ശ്രമിച്ചു. വിശദമായ അവലോകന യോഗങ്ങൾ ചേർന്നിരുന്നു. റോഡ് പ്രവൃത്തി മന്ദഗതിയിലായത് ഈ റോഡ് വഴിയുള്ള ഗതാഗതത്തെയും വലിയ നിലയിൽ ബാധിച്ചു. ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ കർശന നിലപാട് സ്വീകരിച്ചു.